മുഖ്യമന്ത്രി പിണറായി വിജയനും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദവും ചർച്ചയൊക്കെ വന്നു. കഴിഞ്ഞ ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രഖ്യാപനം നടത്തി. മൂന്നാം ഊഴത്തിലും പിണറായി തന്നെ. സാർ എന്ത് പറയുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അല്ല, മാത്രമല്ല അദ്ദേഹത്തെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൃത്യമായിട്ടുള്ള പ്രവചനം നടത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ ആരാ ജയിക്കുന്നതിനെ കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു തവണ തകർന്ന് തരിപ്പണമായി പോയി. കാരണം ആർക്കും അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല ജന മനസ്സിൽ എന്താണെന്നുള്ളത്. അതായത് നിശബ്ദ ഭൂരിപക്ഷത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പാർട്ടിക്കാർക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. പല തെരഞ്ഞെടുപ്പുകളും അങ്ങനെ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. അട്ടിമറി നടക്കുന്നിടത്ത് ഒഴിച്ച് കുറച്ചൊരു വെൽ സ്റ്റഡീഡാണ് ഇദ്ദേഹത്തെ. കേരളത്തിൻ്റെ മനസ്സറിയാം. കരുണാകരൻ അറിയാമായിരുന്നു. സാറേ, ഈ ഈഴവ വിഭാഗത്തിന് വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും ഉന്നത തലത്തിലിരിക്കുന്ന ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഒരു സംശയവുമില്ല. അത് പക്ഷേ എല്ലാം വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. എത്രത്തോളം വെള്ളാപ്പള്ളി നടേശനെ അനുസരിക്കുന്ന, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന എത്രത്തോളം SNDP കാരുണ്ടാവും? അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കുറപ്പര് CPIയിൽ ഇയാളെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കുറപ്പര് CPM ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ അവസാനം വരുന്നിപ്പോൾ BDJS മാത്രമേ ഉള്ളൂ ഏകദേശമെങ്കിലും ഇദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട് നടക്കുന്നവർ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. BDJS BJP ഭാഗമായിട്ട് നിൽക്കുകയല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിനെ അനുസരിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിനെ എതിർക്കാതെ പറയുന്നത് ഇപ്പോൾ BJP മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞതിനല്ലേ അതേപടി. അല്ലെങ്കിൽ ഇദ്ദേഹം വർഗീയവാദി എന്നല്ലേ പറയുന്നത്, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചാനൽ മൈക്കുകൾ തട്ടിക്കളയുന്നു, ക്ഷുഭിതനാവുന്നു, ദേഷ്യപ്പെടുന്നു. സാധാരണ ഈ പ്രായം കൂടി വരുമ്പോൾ കാണിക്കുന്ന ആളുകൾ കാണിക്കുന്ന, മനുഷ്യർ കാണിക്കുന്ന ചില വിഭ്രാന്തി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു നേതാവാണെന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ സ്റ്റഡി തന്നെ ഒരു ഉദാഹരണം. അതുപോലെ ചില സത്യങ്ങൾ, നേറുന്ന സത്യങ്ങൾ, പൊള്ളുന്ന സത്യങ്ങൾ പറയുമ്പോൾ അതിനെ വർഗീയതയായിട്ട് ചാനലുകളെല്ലാം വർഗീയവാദം. അദ്ദേഹം പറയുന്നത് സത്യമാണ്. അദ്ദേഹത്തിന് വേണ്ടത് എയ്ഡഡ് സ്കൂളുകളാണ്. എയ്ഡഡ് സ്കൂളുകളെല്ലാം മലപ്പുറത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനാണ്. ഏറ്റവും ഹിന്ദുമതത്തിൽ ഏറ്റവും കൂടുതലുള്ള സമുദായമായിട്ടുള്ള ഈഴവ സമുദായത്തിനാണ് ഏറ്റവും പിന്നാക്കാവസ്ഥയെന്ന്. അവർക്ക് സ്കൂളുകളിൽ അവിടെ അത് പറയുമ്പോൾ അദ്ദേഹം പിന്തുണയ്ക്കുന്ന LDF സർക്കാരാണ് കഴിഞ്ഞ 2 ടൈം ഇവിടെ ഭരിച്ചത്. അതെ, അദ്ദേഹം പിന്തുണയ്ക്കുന്ന വളർന്ന് ചോദിച്ചു പോകാനല്ലോ. ഏറ്റവും അടുത്ത ആളല്ലേ, ബായി അല്ലേ, ഒരു കാറിൽ നിന്ന് യാത്ര ചെയ്തവരല്ലേ? അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്ഥാനത്ത് ഇരിക്കുകയും അത് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നേടിയെടുക്കാൻ കഴിയാതെ വന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുറവല്ലേ? ഈ പുതിയ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കൊരു നയമുണ്ട്. പാർട്ടിയുടെ നയം വിട്ടൊന്നും പുതിയ സ്കൂളുകളൊന്നും തൽക്കാലം അനുവദിക്കേണ്ട, ആവശ്യത്തിന് സ്കൂളുകൾ ഉണ്ടെന്ന് പാർട്ടി ഒരു നയം. സർക്കാർ സ്കൂളുകൾ അടച്ചുകൊണ്ടിരിക്കുക. സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ അടച്ചടച്ച് വരികയാണ്. ആ സ്ഥിതിയൊക്കെ ഇപ്പം മാറിയല്ലോ. സ്മാർട്ട് സ്കൂളുകളായതോടുകൂടി ആ സ്ഥിതിയൊക്കെ പഴയ കാര്യമാണ്. സ്കൂളുകളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കുട്ടികൾ വരികയാണ്. ഇംഗ്ലീഷും അതുപോലെ തന്നെ സ്മാർട്ട് സ്കൂളുകളായതോടുകൂടി AC സൗകര്യം വരെയുള്ള മാതൃകാ സ്കൂളുകൾ ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയം എന്ന് പറയുന്ന ആളുകൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. എന്നാലും കിട്ടാനില്ല. MBയുടെ ഒക്കെ സർട്ടിഫിക്കറ്റും അതുപോലെ ശുപാർശയും വേണമായിരുന്നു. കേന്ദ്രം നടത്തുന്നതാണ് ആ സ്കൂളുകൾ. എന്താ കുഴപ്പം? അതേ രീതിയിൽ മാതൃകയിൽ വന്നിട്ടില്ലെങ്കിലും കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് സർക്കാർ സ്കൂളുകളുടെ കാര്യം. നമ്മൾ അത്ര ഒരു ഹാസ്യരൂപത്തിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശനെ അതുപോലെ ഹാസ്യരൂപത്തിൽ കാണേണ്ട ഒരാളല്ല. അദ്ദേഹം ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ അത് വർഗീയതയായിട്ട്. മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങൾക്ക് കൂടുതൽ സീറ്റിന് അവകാശമുണ്ടെന്ന് പറയുമ്പോൾ അതിൽ വർഗീയതയില്ല. ഇത് നമ്മുടെ ഒരു ഇരട്ടത്താപ്പാണ്. അത് ശരിയല്ല. ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി മൂന്നാം ഊഴവും പിണറായി വിജയന് കിട്ടുമെന്ന് പറയുന്നതിൽ അദ്ദേഹം പറയുന്നതിൽ നല്ലൊരു സ്റ്റഡി ഉണ്ട്. കാരണം പിന്നെ ആരെയായി ഏൽപ്പിക്കുന്നത്? നമ്മൾ തന്നെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതല്ലേ, ആരായിരിക്കും നിങ്ങളുടെ മുഖ്യമന്ത്രി? പറയൂ, UDFന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും? താങ്കൾക്ക് പറയാൻ കഴിയുമോ? സാധാരണ നിലയിൽ ഇലക്ഷൻ ആവുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ഒറ്റ വാക്കിൽ ഉത്തരം പറയും. ആരായിരിക്കും കോൺഗ്രസിന്റെ LDFന്റെ മുഖ്യമന്ത്രി? പറയാൻ പറ്റില്ല. പക്ഷേ മറ്റത് പിണറായി തന്നെ എന്ന് ഉറപ്പിച്ച് വെള്ളാപ്പള്ളിക്കും പറയാൻ കഴിയും, താങ്കൾക്കും പറയാൻ കഴിയും, എനിക്കും പറയാൻ കഴിയും. അതിനപ്പുറം ഒന്നുമില്ല. ധർമ്മടത്ത് വീണ്ടും മത്സരിക്കുകയാണ്. അതെ, അവിടെ ജയിക്കുകയും ചെയ്യും. ആ ഒരു ഉറപ്പാണല്ലോ. ബാക്കി എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ ഫിഡ്ലർ ക്രാബ്സിനെ പോലെ. ഞണ്ടിൻ്റെ കഥ അറിയാമല്ലോ. വിദേശത്തേക്ക് കടത്താൻ കൊണ്ടുപോയ ഞണ്ട് മുകളിലോട്ട് കയറാൻ പോകുന്ന ഞണ്ടെ എൻ്റെ കാലെ പിടിച്ച് വലിക്കും. അത് തന്നെയല്ലേ ഈ പുനർജനിക്കാനും കാരണമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. നമ്മളത് സംശയിക്കുന്നു. ഞാനത് പറയുന്നില്ല, ആരോപിക്കുന്നില്ല, പക്ഷെ സംശയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇക്കോസിസ്റ്റമാണ് കോൺഗ്രസിനകത്തും UDFനുള്ളതും നമ്മൾ നല്ലപോലെ ബോധ്യപ്പെടണം. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ട്
LDFിനെതിരായിട്ടൊരു തരംഗം ഉണ്ടായി എന്ന് വെച്ചാൽ 2 കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും അതായത് പ്രാമാണികത്വം പഞ്ചായത്ത് ഇലക്ഷന്റെ കാര്യമാണോ സാർ പറയുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രാമാണികത്വമുള്ള കാര്യം എന്ന് പറയുന്നത് ശബരിമല ശബരിമല. വിഷയം തന്നെയാണ്, അതെ. കൊള്ള തന്നെയാണ്. അതൊരു വൈകാരിക വിഷയമാണ്. വൈകാരിക വിഷയങ്ങൾക്കുള്ള പ്രത്യേകത എന്തെന്നറിയാം? അത് പെട്ടെന്ന് കെട്ടടങ്ങും. നമ്മൾ കണ്ടതാണല്ലോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ ശബരിമല യുവതീ പ്രവേശനം വലിയ വിഷയമായിട്ട് ഒരൊറ്റ സീറ്റിൽ ഒതുക്കി LDFിന്. പിന്നീട് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? വമ്പിച്ച മുന്നേറ്റം. അപ്പോൾ ആ വൈകാരിക വിഷയങ്ങളൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങും. അപ്പോൾ ഈ ശബരിമല ഈ 4 മാസം കൊണ്ട് കെട്ടടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കെട്ടടങ്ങുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അത് കെട്ടടങ്ങാൻ സാധ്യതയുണ്ടോ? കാരണം ഇലക്ഷനാണ്, എല്ലാം തന്ത്രശാലികളാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സോണിയാഗാന്ധിയെ പ്രതിയാക്കണമെന്ന് പറയുന്നു, അടൂർ പ്രകാശിനെ പ്രതിയാക്കണമെന്ന് പറയുന്നു, ആന്റോ ആന്റണിയെ പ്രതിയാക്കണം. അങ്ങനെ LDFിൽ നിന്ന് അങ്ങോട്ടൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ തിരിച്ച് മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് പോലും പറഞ്ഞ് കോൺഗ്രസ് നിൽക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. തന്ത്രം ശരിയാണ്, താങ്കൾ പറഞ്ഞത് തന്ത്രങ്ങളാണ് ഇത്. എങ്ങനെയും ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ കോൺഗ്രസ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം അടുത്ത ഇലക്ഷൻ വരെയെങ്കിലും നിലനിർത്തിക്കൊണ്ടുപോയി ചർച്ചയിൽ മുൻ നിർത്തി വിശ്വാസികളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരാനുള്ള എല്ലാ കളികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അതിന്റെ ഭാഗമായി നേതാക്കന്മാരെല്ലാം വയനാട്ടിൽ ഒത്തുചേർന്നിരുന്ന് വളരെ വലിയ തന്ത്രങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ സാർ ഞണ്ടിൻ്റെ കഥ പറഞ്ഞ പോലെ VD സതീശൻ പിടിച്ച് മുകളിലേക്ക് കയറുമ്പോൾ കാലെ പിടിച്ച് താഴെ ഇടാൻ തൊട്ട് താഴെ KC വേണുഗോപാലുണ്ട്. KC വേണുഗോപാൽ മുകളിലേക്ക് കയറുമ്പോൾ പിടിച്ച് താഴെ ഇടാൻ രമേശ് ചെന്നിത്തല കാത്തിരിക്കുന്നു. എന്തിനു പറയുന്നു? മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച് ഇലക്ഷന് മത്സരിക്കണമെന്ന് ഇപ്പോഴും തൻ്റെ വീര്യം കെട്ടടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇനി മുല്ലപ്പള്ളി മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ തോൽപ്പിക്കുമെന്നും ഇയാളെ ഇനി ഒരു കാരണവശാലും നിയമസഭ കാണിക്കാൻ സമ്മതിക്കുക. കാരണം 82-83 വയസ്സായി. ഇത്രയും കാലം MLAയും MPയും മന്ത്രിയും കേന്ദ്രമന്ത്രിയും ആയിട്ടിരുന്നവർ വീണ്ടും കടിച്ചു തൂങ്ങുകയാണ്. പുതിയ തലമുറ വന്ന് ഇപ്പോൾ KSUവിലൂടെ വന്നവർ, യൂത്ത് കോൺഗ്രസിലൂടെ വന്നവർ, പാർട്ടിയുടെ നേതൃത്വത്തിലിരുന്ന പുതിയ ആളുകൾ വന്ന് അടിയും വഴക്കും കേസിലും ഉൾപ്പെട്ട് എത്രയോ പേര് ജീവിതത്തിൽ ഭാവി തുലഞ്ഞു നിൽക്കുന്നവരുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, അതായത് താങ്കൾ പറഞ്ഞ തന്ത്രങ്ങൾ, ഈ തന്ത്രങ്ങൾ കോൺഗ്രസ് ആവിഷ്കരിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. അതെ. കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കും. പക്ഷേ പരസ്പരം അമ്പെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് പലപ്പോഴും അത്. നമ്മുടെ ഈ ഹരിത പുനർജനി പ്രശ്നത്തിൽ തന്നെ അതല്ലേ എന്നെനിക്ക് ആശങ്കയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ തന്ത്രങ്ങൾ ഇപ്പുറത്ത് മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിണറായി തന്ത്രങ്ങൾ മെനയത്തില്ലെന്നാണോ താങ്കളുടെ വിശ്വാസം? പറയൂ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു തന്ത്രശാലി മാത്രമല്ല, നല്ലൊരു സംഘാടകനാണ്. ഏതൊരു പ്രശ്നത്തിലും നിൽക്കുന്നതിനെ കൂടെ നിൽക്കാൻ. അതുകൊണ്ട് തന്നെയാണല്ലോ കഴിഞ്ഞ തവണ തുടർഭരണം ഉണ്ടായതെന്ന് പറയുമ്പോൾ ഇത്രയും വലിയ പ്രളയം വന്നു, ഓഖി വന്നു, വൈറസുകൾ കീഴടക്കി, ലോകം മുഴുവൻ കീഴടക്കി, നമ്മുടെ ഈ കൊച്ചു കേരളം മുഴുവൻ അടച്ചു പൂട്ടിയിടുന്ന അവസ്ഥയിൽ നിന്നും ജനങ്ങളെ പിടിച്ചു നിർത്തി കൂടെ ഒപ്പമുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ജനങ്ങൾ കൂടെ നിന്നത്. അത് മാത്രമല്ല, ആ തന്ത്രത്തിനപ്പുറം പല തന്ത്രങ്ങളും അദ്ദേഹം പയറ്റുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പോയി അദ്ദേഹം ഒരു പര്യടനം നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തിനായിരുന്നു അത്? ആ പോക്ക് എന്ന് പറയുന്നത് ഈ മലപ്പുറത്ത് ഇപ്പോൾ പ്രതിപക്ഷത്ത് ആളില്ല, ആ സ്ഥിതി വരാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു തന്ത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പോയി അവിടുത്തെ യോഗങ്ങളിലെല്ലാം അദ്ദേഹം സംബന്ധിച്ചു. കാര്യം എന്താ? അവിടെ ഭൂരിപക്ഷം ഉള്ളത് മലപ്പുറം അല്ലെങ്കിൽ അതിന് പരിസരത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു പ്രീതി കിട്ടുക എന്നുള്ളതും പിന്നെ പണം കിട്ടുക, പണവും ഉണ്ട്, തദ്ദേശ ചിലവുണ്ടല്ലോ, അതിനുവേണ്ടി പാർട്ടി ഫണ്ട് ഉണ്ടാക്കുകയും അതാണ് പോയത് ലക്ഷ്യൻ്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ കണ്ടോ, ഏറ്റവും ഒടുവിലായിട്ട് അധ്യാപകരുടെ ശമ്പളം അടുത്ത ആഴ്ച മുതൽ, അധ്യാപകരുടെ മാത്രമല്ല ഗവൺമെൻറ് ജീവനക്കാരുടെ മുഴുവൻ ശമ്പളം അടുത്ത ആഴ്ച മുതൽ കൂടുക. കണ്ടോ തന്ത്രം? ഈ നമ്മൾ വിചാരിക്കുക 5 ലക്ഷം പൂർത്തിയാകട്ടെ 5 ലക്ഷം പേര് മാത്രമല്ല, അതുകൊണ്ട് 5 ലക്ഷം വോട്ടല്ലേ കിട്ടും. തെറ്റ്. ഈ 5 ലക്ഷം വീടുകളിലും 5 പേര് വീതം കുടുംബാംഗങ്ങളുണ്ട്. ഒരു 25 ലക്ഷം കുടുംബങ്ങൾ, അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. ഒരു 25 ലക്ഷം പേരുടെ സഹാനുഭൂതി കിട്ടുകയാണ് ഗവൺമെൻറ്റിന്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ ആ ഗവൺമെൻറ്റിനോട് കൂറുള്ളവരായിട്ട് അവർ തീരും. UGC വന്നപ്പോഴും അങ്ങനെ സംബന്ധിച്ചു. പിണറായിയാണ് ഞങ്ങൾക്കിത് തന്നേ എന്ന കൂറോടുകൂടി ഓരോ തവണ വോട്ട് ചെയ്യുമ്പോഴും ഇടതുപക്ഷത്തിന് വോട്ട് പോകും. അങ്ങനെയാണ് ജനങ്ങളുടെ മനഃശാസ്ത്രം. അങ്ങനെ അതെടുത്ത് കൊടുത്തുകൊണ്ട് ഇപ്പം അതിൽ ദ്വിമുഖ തന്ത്രമുണ്ട് എന്ന് പറഞ്ഞാൽ പണമെല്ലാം തീരും. അതുപോലെ ഖജനാവ് പൂച്ച കയറി കിടക്കുക ഖജനാവിൻ്റെ പുറത്ത്. പക്ഷേ അപ്പോഴൊരു ആശ്വാസമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വരുന്നത് UDF ആണെങ്കിൽ അവരൊന്ന് അനുഭവിക്കട്ടെ. എത്ര ലക്ഷം കോടി രൂപ കടത്തിലേക്കാണ് കേരളം പോകുന്നതെന്നുള്ളത് ആ തന്ത്രം, അത് തന്ത്രമാണത്.
അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു കൗടില്യനാണ്, ഒരു ചാണക്യനാണ്. ആ തന്ത്രത്തിന് മുമ്പിലൊന്നും UDFന്റെ പിടിച്ചു നിൽക്കാൻ കഴിയോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്ത് ഒരു കാര്യമില്ലാതെ ഇല്ല അല്ലേ? കാര്യമില്ലാതില്ല എന്ന് പറയാം. കാത്തിരുന്ന് കാണാം. കാണുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.